രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുടെ മഹനീയത, ഭരണകൂട തീരുമാനങ്ങളുടെ നിയമസാധുത, ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഒക്കെ വെല്ലുവിളികളുടെ മോദി ഭരണകാലം ഇന്ത്യയിൽ നടമാടുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയും വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുകയും സ്വാഭാവിക വോട്ടർ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കുകയും ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ഭരണത്തിലിരിക്കുന്ന മോദിക്ക് ഭീഷണിയാവുകയാണ് കോടതി. ഗാവായി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയും ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇന്ത്യയിലെ സകല ഏജൻസികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം മോദിക്ക് പാദസേവ ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ അധപ്പതിപ്പിച്ച അവസ്ഥയിലാണ് മോദിയെ ഞെട്ടിച്ചുകൊണ്ട് കോടതി BJPയെ കുടഞ്ഞിട്ടത്. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് VV നാഗരത്നയുടെ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്നത്. ബെഞ്ചിലെ ജഡ്ജിമാർ മാറിയതുകൊണ്ട് കോടതി മുൻപ് പ്രഖ്യാപിച്ച നിയമപരമായ തീർപ്പുകൾ തള്ളിക്കളയാൻ അധികാരം BJPക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ല എന്ന ഗൗരവപൂർണമായ നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഒരു കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകൾ മുൻപ് പ്രഖ്യാപിച്ച നിയമപരമായ തത്വങ്ങൾ ആ ബെഞ്ചിൻ്റെ ഘടനയിൽ മാറ്റം വന്നാലും തള്ളിക്കളയാനാവില്ല എന്നാണ് നാഗരത്ന പറഞ്ഞത്. ഇത്തരത്തിൽ കോടതിയുടെ മുൻ തീരുമാനങ്ങൾ തള്ളിക്കളയുന്നത് നിയമപരമായ സ്ഥിരതയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇല്ലാത്ത ഒരു തത്വം സൃഷ്ടിക്കാൻ കോടതിക്ക് അധികാരമില്ല. മറിച്ച് നിയമത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് നിയമപരമായ തത്വം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് കോടതി ചെയ്യുന്നത് എന്നും കോടതി പറഞ്ഞു. കോടതിയുടെ നിയമപരമായ തീർപ്പുകൾക്ക് ഒരു നിലയിൽ മൂല്യമുണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നും ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് നിലവിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായിട്ട് നമുക്കിതിനെ കാണാം. മുൻപും ജസ്റ്റിസ് നാഗരത്ന ഇതുപോലുള്ള അതീവ ഗൗരവമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മുൻപ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം തീരുമാനം ചോദ്യം ചെയ്ത കേസിൽ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഭിന്നമായ വിധി പ്രഖ്യാപിച്ച് ജസ്റ്റിസ് നാഗരത്ന ശ്രദ്ധ നേടിയിരുന്നു. നിയമം വഴി നടപ്പിലാക്കേണ്ട വോട്ട് നിരോധനം ഗസ്റ്റ് വിജ്ഞാപനം വഴി ചെയ്തത് നിയമപരമായ തെറ്റാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സർക്കാർ പരസ്യങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ വ്യക്തിപരമായ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് അവർ വിമർശിച്ചിരുന്നു. SIR പ്രക്രിയയുടെ നിയമസാധുത ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ പരിഗണിച്ചപ്പോൾ വിവിധ ബെഞ്ചുകൾ ഇതിൽ ഗൗരവപൂർവമായ നിരീക്ഷണം നടത്തിയിരുന്നു. ജസ്റ്റിസ് BR ഗാവായി ഉൾപ്പെട്ട ബെഞ്ച് ഇലക്ഷൻ കമ്മീഷന്റെ നിയമപരമായ അധികാരത്തെ അംഗീകരിച്ചുവെങ്കിലും SIRലെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ ഇത് പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. ഈ SIR പ്രക്രിയ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണമാണ് ലക്ഷ്യം വയ്ക്കേണ്ടത് എന്നും ഇത് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നും കോടതി വ്യക്തമാക്കിയതാണ്. ജസ്റ്റിസ് നാഗരത്നയുടെ ഈ നിരീക്ഷണം വ്യക്തമാക്കുന്നത് മുൻപ് BR ഗാവായി ചീഫ് ജസ്റ്റിസ് പദവിയിലായിരുന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും എടുത്ത നടപടികൾ മാറ്റിയെഴുതുന്നത് ഉചിതമല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് നാഗരത്നയുടെ നിയമപരമായ സ്ഥിരത സംബന്ധിച്ച പ്രസ്താവന രാഷ്ട്രീയത്തിനപ്പുറം നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. രാഷ്ട്രീയപരമായ രാജ്യത്തെ ശിഥിലീകരിക്കാൻ വർഗീയപരമായ ഇടപെടൽ നടത്തി ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന RSSന് വഴിയൊരുക്കാൻ BJP രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനാധിപത്യ ധ്വംസനം ചോദ്യം ചെയ്യപ്പെടാൻ ഒരു സിസ്റ്റം രാജ്യത്തുണ്ട് എന്നതിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികൾ ഉയർത്തിക്കാട്ടി തോറ്റ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം പാറ്റ്ന കോടതിയിലേക്ക് നീങ്ങുന്നത്. തെളിവുകളെല്ലാം നിതീഷ് കുമാറിനെതിരാവുകയാണ്. തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തിയ 10,000 രൂപ വിതരണം മുതലുള്ള അതീവ ഗൗരവപൂർണമായ നിയമ വെല്ലുവിളികൾ തെളിവായി നിൽക്കുന്നിടത്തോളം BJPക്കും നിതീഷ് കുമാറിനും വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തെ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്ത മോദിക്കാലത്ത് ജനത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്തി ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ നീതിപീഠമെങ്കിലും രാജ്യത്തുണ്ട് എന്നതാണ് ഈ കോടതി ഇടപെടലിലൂടെയൊക്കെ നമുക്ക് ബോധ്യമാവുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന SIRൽ സംഭവിക്കാവുന്ന അപാകത പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വ്യാപകമായി എതിർപ്പിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. ബീഹാർ അതിനൊരു ഉദാഹരണമായി എടുത്തു കാണാം.
BJP അനുകൂലമായി നിലപാടെടുക്കാത്ത മുസ്ലിം വിഭാഗത്തിനെ ലക്ഷ്യമിട്ട് BJP പകവീട്ടലിന് ഒരുങ്ങി എന്ന് വേണം ബീഹാറിൽ കരുതാൻ. സീമാഞ്ചൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിമാറ്റിയത്. 17.7% വരുന്ന മുസ്ലിം ജനവിഭാഗം ഒരിക്കലും BJPക്ക് വോട്ട് നൽകില്ല എന്നിരിക്കെ ആ വോട്ടുകൾ RJDക്ക് അനുകൂലമാകും എന്നതുകൊണ്ട് വ്യാപകമായി വെട്ടിമാറ്റൽ അവിടെ നടന്നത്. ഇത് രാജ്യത്താകമാനം നടക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവർത്തിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ വളരെ ശക്തമായി തന്നെ SIR നടപടികളിൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടന്നു. രാജ്യം ഇന്ന് നേരിടുന്ന വിവിധ വിഷയങ്ങൾ ഏറ്റവും ശക്തമായി തന്നെ പാർലമെന്റ് ഉയർത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, ആസാം തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് SIR നടപ്പിലാക്കുമ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്നും BJP ഭരിക്കുന്ന ആസാമിനെ മാറ്റി നിർത്തിയതിലും അതീവ ഗുരുതരമായ നിഗൂഢതയാണ് തെളിയുന്നത്. പക്ഷേ BJP എന്ത് നിലപാടെടുത്താലും നിലവിലെ സാഹചര്യത്തിന് മുകളിൽ കോടതിയുണ്ട് എന്നതാണ് ജനത്തിന് ആശ്വാസം. മോദിക്കൊരു കനത്ത താക്കീതാണ് ജസ്റ്റിസ് നാഗരത്ന നൽകുന്നത്. അത് രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മേലുള്ള സംരക്ഷണമാണ്. ധൃതി പിടിച്ച് SIR നടപ്പിലാക്കുന്നതിൽ കേരളം സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിച്ചു. SIR നടപടികളിൽ സമയപരിധി നീട്ടിക്കൊണ്ടാണ് കോടതി വിധി പറഞ്ഞത്. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ പരാതിയാണ് നീട്ടിവെച്ചത്. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യാം. 16-നായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നും പ്രസിദ്ധീകരിക്കും. കോടതിയുടെ ഈ വിധി ഒരാശ്വാസമാണെന്നതുകൊണ്ട് രാജ്യത്തെ ബാധിക്കുന്ന മോദിയുടെ പല നടപടികൾക്കുമുള്ള ഒരു താക്കീതിൻ്റെ തുടക്കമാണ് ഇത് എന്ന് വേണം കരുതാൻ. ഇനി മോദിക്ക് പൂട്ടിടാൻ കോടതിയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.